നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാ വീടുകളിലും അടുക്കളയിൽ എപ്പോഴും ഗ്രാമ്പൂ ഉണ്ടാവും. ഹിന്ദു മതത്തിൽ പൂജകൾക്കായും ആരാധനകൾക്കായും മറ്റു ചില പ്രത്യേക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പുഷ്പങ്ങൾ, ശംഖ്, ചന്ദനം, തുണികൾ, ധാന്യങ്ങൾ, ഇലകൾ, അങ്ങനെ ഓരോ വസ്തുക്കളും ആരാധനാവേളയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതിനൊക്കെ. അത്തരത്തിൽ ഹിന്ദു മതത്തിൽ ഏറ്റവും പവിത്രമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഗ്രാമ്പു. ജ്യോതിഷം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നീക്കാനുള്ള പരിഹാരമായി ഗ്രാമ്പു ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഊർജത്തിൻ്റെ അവാഹകനായി കണക്കാക്കപ്പെടുന്നു. നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തിയെയും നീക്കം ചെയ്യാനും ജീവിതത്തിൽ ഭാഗ്യം വരുത്താനുമായിട്ടാണ് ഗ്രാമ്പു ഉപയോഗിക്കുന്നത്. വാസ്തുപ്രകാരം ഗ്രാമ്പു വീട്ടിൽ ഉപയോഗിക്കുന്നത് ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പണവും സ്വർണവും സൂക്ഷിക്കുന്ന സ്ഥലത്ത് അലമാരയിൽ ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഗ്രാമ്പു സൂക്ഷിക്കുന്നത് ധനവർദ്ധനവിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വീടിനകത്ത് ഗ്രാമ്പു സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കാനും വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് ഊർജം നിലനിൽക്കാനും സഹായിക്കുന്നു. കർപ്പൂരം കത്തിക്കുമ്പോൾ അതിനോടൊപ്പം ഗ്രാമ്പൂ കൂടി കത്തിക്കുന്നത് വീട്ടിലെ വായു ശുദ്ധീകരിക്കാനും അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കാനും സഹായിക്കുന്നു. പൂജകളിലും ഹോമങ്ങളിലും ഗ്രാമ്പൂ ഉപയോഗിക്കുന്ന വീട്ടിലെ വാസ്തുദോഷങ്ങളും മറ്റ് തടസ്സങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. തലയണയ്ക്കിടയിൽ ഗ്രാമ്പൂ വയ്ക്കുന്നത് ഉറക്കമില്ലായ്മ മാറാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നുവെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. ജോലിക്കോ അഭിമുഖത്തിനോ പോകുമ്പോൾ ഒരു ഗ്രാമ്പൂ വായിലിട്ട് ചവയ്ക്കുന്നത് വിജയം കൈവരിക്കാൻ സഹായിക്കുമെന്ന് പറയുന്നു. ഗ്രാമ്പൂ മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ടതാണെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ വിശ്വാസം. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.